Good morning, everybody. Welcome to today's class. Today we are discussing about design of IR filters from analog filter. Okay. ഇപ്പോൾ നമ്മൾ അപ് ടു എവിടെ വരെ പഠിച്ചു? നമ്മൾ ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ ഒരു ഫിൽറ്റർ അനലോഗ് ഫിൽറ്ററിന്റെ ഡിസൈൻ പഠിച്ചു. ആ ഒരു അനലോഗ് ഫിൽറ്ററിനെ നമുക്ക് ലോ പാസിനെ നമുക്ക് ഹൈ പാസ് ആക്കാം, ബാൻഡ് പാസ് ആക്കാം, ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്ത് അപ്പോൾ എല്ലാം നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സിനെയും ഈ ലോ പാസ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടി. ഇനി ഇതിനെ നമുക്ക് എന്തായി കൺവേർട്ട് ചെയ്യണം? ഡിജിറ്റലായി കൺവേർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഡിജിറ്റൽ ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ അനലോഗിനെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അനലോഗ് ഫിൽറ്റേഴ്സിനെ ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. അതിൽ ഇമ്പൾസ് ഇൻവാരിയൻ മെത്തേഡ്, അതുപോലെ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ, അതുപോലെ അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്, അങ്ങനെ കുറേ മെത്തേഡ് ഉണ്ട്. നമ്മളിവിടെ രണ്ട് മെത്തേഡ് പഠിക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഡിസൈൻ ഓഫ് IR ഫിൽറ്റർ എന്ന് പറയാം? There are several methods that can be used to design digital filters having an infinite duration unit sample response. Okay, different methods in there. The techniques described are all based on converting an analog filter into a digital filter. If the conversion technique is to be effective, it should possess the following desirable properties. Okay, so നമ്മൾ conversion techniques യൂസ് ചെയ്തിട്ട് ഈ അനലോഗ് ഫിൽറ്ററിനെ ആ സ്പെസിഫിക്കേഷൻ, ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഫിൽറ്റർ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഒരു കൺവേർട്ടിംഗ് പ്രോസസ്, അതായത് കൺവേർഷൻ ടെക്നിക്സ് എഫക്റ്റീവ് ആവണമെങ്കിൽ ഈ ഒരു രണ്ട് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഈ രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഒരു ഒരു കൺവേർഷൻ ടെക്നിക്ക്, ഒരു അനലോഗ് ടു ഡിജിറ്റൽ ഫിൽട്ടർ കൺവേർഷൻ ടെക്നിക്സിന് ഈ രണ്ട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ദ ജിയോമെട്രിക് ആക്സിസിന്റെ എക്സ്പ്ലെയിൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സ് ആക്സ്, വൈ ആക്സ്. എക്സ് ആക്സ് എസ് ഇസ് ഈക്വൽ ടു സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ് ഈ ഒമേഗ. സോ എസിന്റെ സിഗ്മ എന്നുള്ളത് എക്സ് ആക്സിലും ജെ ഒമേഗ എന്നുള്ളത് വൈ ആക്സിലുമാണ്. ഓക്കെ, അതറിയാലോ. പിന്നെ നമുക്കറിയാം ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് പറയുമ്പോൾ സെഡ് ട്രാൻസ്ഫോമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സെഡ് ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്നത് എക്സ് ആക്സിൽ ഇമാജിനറി പാർട്ട്, അതുപോലെ തന്നെ വൈ ആക്സിൽ റിയൽ ഓഫ് എക്സ് ആക്സിൽ റിയൽ ഓഫ് സെഡും വൈ ആക്സിൽ ഇമാജിനറി ഓഫ് സെഡ്, അങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ ഇനി ജെഒമേഗ ആക്സിസ്, അതിന് ഫസ്റ്റ് പോയിന്റ്, ജെഒമേഗ ആക്സിസ് ഇൻ ദ എസ് പ്ലെയിൻ ഷുഡ് മാപ്പ് ഇൻ ടു ദ യൂണിറ്റ് സർക്കിൾ ഇൻ ദ സെഡ് പ്ലെയിൻ. ഓക്കെ, അതായത് ജെഒമേഗ ആക്സിസ് ഉണ്ട്. ഈ ആക്സിസ് എസ് ഡൊമൈനിലുള്ള ജെഒമേഗ ആക്സിസ് എങ്ങോട്ട് മാപ്പ് ചെയ്യണം? യൂണിറ്റ് സർക്കിൾ, അതായത് സർക്കിളിലോട്ട്. സെഡ് ട്രാൻസ്ഫോം നമ്മൾ സർക്കിളിന്റെ ഫോമിലാണ്, യൂണിറ്റ് സർക്കിളിലാണ് സെഡ് ട്രാൻസ്ഫോമിൽ പോൾസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് എസ് പ്ലെയിൻ അറിയുമ്പോൾ അതൊരു പ്ലെയിൻ ആണെങ്കിൽ യൂണിറ്റ് സർക്കിളാണ് സെഡ് പ്ലെയിനിലുള്ളത്. ഓക്കെ, സോ അതായത് ജെഒമേഗ ആക്സിസിലുള്ള എസ് പ്ലെയിൻ എങ്ങോട്ട് മാപ്പ് ചെയ്യണം? യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യണം ഇൻ സെഡ് ഡൊമൈൻ. ഓക്കെ, thus there will be a direct relationship between the two frequencies variables in the two domains. അപ്പോൾ ഈ രണ്ട് സാമ്പിൾസ്, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ജെഒമേഗയിൽ എക്സ്പ്ലെയിനിലുള്ള ജെഒമേഗനെ എങ്ങോട്ട് കറസ്പോണ്ടിങ് യൂണിറ്റ് സർക്കിളിലുള്ള സെഡ് ട്രാൻസ്ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ സെഡ് ട്രാൻസ്ഫോമും അതുപോലെ തന്നെ ഈ എക്സ്പ്ലെയിൻ ഇവർ തമ്മിൽ എന്താണ്, എസും സെഡും തമ്മിൽ റിലേഷൻ വേണം. അതാണ് ഫസ്റ്റ്, രണ്ട് ഡൊമൈൻസ് തമ്മിൽ റിലേഷൻ വേണം. ദെൻ സെക്കൻഡ് വൺ, ദ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ ഓഫ് ദ എക്സ്പ്ലെയിൻ ഷുഡ് മാപ്പ് ഇൻ ടു ദ inside of the unit circle in the Z plane. ഓക്കെ, ഇനി നമ്മുടെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു അനലോഗ് ഫിൽട്ടർ സ്റ്റേബിൾ ആണെന്ന് പറയുന്നപ്പോഴാണ് അതിന്റെ പോൾസ് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴാണ് സ്റ്റേബിൾ ആവുന്നത്, അല്ലേ? കാരണം നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ്സ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റേബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻസ് എച്ച് ഓഫ് എസ് നമ്മൾ പലതിൻ്റെ ഫോം ചെയ്ത് n=1, n=2, n=3, n=4 അവരുടെയൊക്കെ നമ്മൾ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ സ്റ്റേബിൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് ഉണ്ടാക്കിയത്. അപ്പോൾ സ്റ്റേബിൾ ഒരു ഫിൽട്ടർ സ്റ്റേബിൾ ആണെന്ന് പറയുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോൾസ് ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ പോൾസ് ഉണ്ടെങ്കിലാണ് അത് സ്റ്റേബിൾ. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ ഓഫ് ദ എസ് പ്ലെയിൻ ഷുഡ് മാപ്പ് ടു ദ ഇൻസൈഡ് ഓഫ് ദ യൂണിറ്റ് സർക്കിൾ ഇൻ ദ സെഡ് പ്ലെയിൻ. അപ്പോൾ ഇത് ഒരു അനലോഗ് ഫിൽട്ടർ സ്റ്റേബിൾ ആണെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റേബിൾ ആയിട്ടുള്ള ഡിജിറ്റൽ ഫിൽട്ടർ തന്നെ നമുക്ക് കിട്ടണം. സോ സ്റ്റേബിൾ ആയിട്ടുള്ള അനലോഗ് ഫിൽട്ടർ ആകുമ്പോൾ അതിന്റെ പോൾസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ എസ് പ്ലെയിൻ ആവും. അപ്പോൾ അതിനെ കറസ്പോണ്ടിങ് സെഡ് ട്രാൻസ്ഫോമിലോട്ട് മാറ്റുമ്പോൾ ആ പോൾസ് എവിടെ കിടക്കണം? ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ കിടക്കണം. സോ ഇൻ ഡിജിറ്റൽ ഫിൽട്ടേഴ്സിന്റെ കേസിൽ സെഡ് ട്രാൻസ്ഫോമിൽ പോൾസ് സർക്കിളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ സ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലെയിൻഡ് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ എക്സ്പ്ലെയിൻ ആണെങ്കിൽ പോൾസ് പ്രസന്റ് ചെയ്യുന്നത് അത് സ്റ്റേബിൾ അനലോഗ് ഫിൽട്ടർ ആണ്. ആ സെയിം സംഭവത്തിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യണം?
Z ട്രാൻസ്ഫോമിലെ യൂണിക് സർക്കിളിലെ ഇൻസൈഡ് ദ സർക്കിളിലോട്ട് മാപ്പ് ചെയ്യണം. ഓക്കെ, ദസ് എ സ്റ്റേബിൾ അൺലോക്ക് ഫിൽറ്റർ വിൽ ബി കൺവേർട്ടഡ് ടു സ്റ്റേബിൾ ഡിജിറ്റൽ ഫിൽറ്റർ. അതായത് സ്റ്റേബിൾ അൺലോക്ക് ഫിൽറ്ററിന് സ്റ്റേബിൾ ഡിജിറ്റൽ ഫിൽറ്റർ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മൾ പ്ലെയിനിൽ സ്റ്റേബിൾ എന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലാവണം പോൾസ്, അതുപോലെ Z ട്രാൻസ്ഫോമിൽ സ്റ്റേബിൾ എന്ന് പറയുകയാണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ ആവണം പോൾസ്, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. സോ സ്റ്റേബിൾ അൺലോക്ക് ഫിൽറ്ററിന് കറസ്പോണ്ടിങ് സ്റ്റേബിൾ ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് വരണം. ഇത് രണ്ട് പ്രോപ്പർട്ടീസ് ആണ് മെയിനായിട്ട് നമ്മൾ കൺവേർഷൻ ടെക്നിക്സിന് വേണ്ട രണ്ട് പ്രോപ്പർട്ടീസ്. ഒന്ന് എന്ത് ചെയ്യണം, എസ് പ്ലെയിൻ Z പ്ലെയിനിലോട്ട് മാറ്റുമ്പോൾ അവർ തമ്മിൽ നല്ല റിലേഷൻ വേണം, ഈ രണ്ട് ഡൊമൈൻസ് തമ്മിൽ റിലേഷൻ വേണം. രണ്ടാമത്തെ സ്റ്റേബിൾ അൺലോക്ക് ഫിൽറ്ററിനെ സ്റ്റേബിൾ ഡിജിറ്റൽ ഫിൽറ്റർ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ദ നെക്സ്റ്റ് ഫോർ മോസ്റ്റ് widely used method for designing analog filter into digital filter. അതായത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 4 മെത്തേഡ് അനലോഗ് ഫിൽറ്ററിൽ നിന്ന് അനലോഗ് ഫിൽറ്ററിനെ ഡിജിറ്റൽ ഫിൽറ്റർ ആക്കി കൺവേർട്ട് ചെയ്യാൻ 4 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ദ ഇമ്പൾസ് ഇൻവാരിയന്റ് ട്രാൻസ്ഫോർമേഷൻ, ദ ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ, ദ മാച്ച് റിസൾട്ട് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സ്. ഇത് 4 മെത്തേഡാണ്. പക്ഷെ നമുക്ക് നമ്മുടെ സിലബസിൽ 2 and 3 പഠിച്ചാൽ മതി. ദാറ്റ് ഇസ് ഇമ്പൾസ് ഇൻവാരിയന്റ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ബൈലിനിയർ ട്രാൻസ്ഫോർമേഷൻ. ഈ രണ്ട് മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളൂ. സോ അപ്രോക്സിമേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മൂവിങ് ടു ദ ഫസ്റ്റ് technique, conversion technique, that is design of IR filter using impulse invariance method. Impulse invariance method use ചെയ്തിട്ടുണ്ട് IR filter നമുക്ക് ഡിസൈൻ ചെയ്യാം. അതായത് ഡിജിറ്റൽ ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യാം ഫ്രം അനലോഗ് ഫിൽറ്റർ. ഓക്കെ, സോ ഇമ്പൾസ് ഇൻവാരിയന്റ് മെത്തേഡ് പറയുമ്പോൾ നമുക്കറിയാം ഇമ്പൾസ് റെസ്പോൺസ് അവിടെ HFN ആണ് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. So the impulse invariance method, the IR filter is designed such that the unit impulse response HFN of a digital filter is sampled version of the impulse response of analog filter. Okay, impulse invariant method എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിജിറ്റൽ അനലോഗ് ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസിന്റെ സാമ്പിൾഡ് വേർഷൻ ആണ് ഡിജിറ്റൽ ഫിൽറ്ററിന്റെ ഇമ്പൾസ് റെസ്പോൺസ്. ശരിയല്ലേ? അനലോഗ് ഡൊമൈനിൽ ഇമ്പൾസ് റെസ്പോൺസ് HT ആണെങ്കിൽ അതിനെ സാമ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിജിറ്റലിലുള്ള ഇമ്പൾസ് റെസ്പോൺസ് HFN കിട്ടും. ഓക്കെ, നൗ Z ട്രാൻസ്ഫോം ഓഫ് ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഉള്ള, അതായത് HFN ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ഉള്ള നമ്മൾ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ കേസിൽ പറയുകയാണെങ്കിൽ Z ട്രാൻസ്ഫോമിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? HZ is equal to sigma n equal to 0 to infinity. ഇൻഫിനിറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആണ് HFN to Z raised minus n. ഓക്കെ, അപ്പോൾ HFZന്റെ ഇക്വേഷൻ ഞാൻ കണ്ടു. സോ നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ ആണ് വേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ HFZന്റെ ഇക്വേഷൻ കണ്ടു, സിഗ്മ n equal to 0 to infinity HFN Z raised to minus n. ഇനി നമുക്ക് ഇവിടെ Z റീപ്ലേസ് ചെയ്യണം ബൈ യൂസിങ് e raised to ST എന്നുള്ള ഫോമിലോട്ട് Z റീപ്ലേസ് ചെയ്യുക ചെയ്യുന്നത്. സോ നമ്മൾ എസും സെഡും തമ്മിലുള്ള റിലേഷൻ വേണം പറഞ്ഞില്ലേ, അതാണിത്. Z is equal to e raised to ST എന്നാണ് നമ്മൾ ഫസ്റ്റ് വന്ന പ്രോപ്പർട്ടി. എന്താ? എസും സെഡും തമ്മിൽ റിലേഷൻ വേണം. സോ Z is equal to e raised to ST ആണ്. സോ ആ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഈ HFZ Z ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ e raised to ST. കാരണം എസും എക്സ്പ്ലെയിൻ ആണ്, Z ഇപ്പോൾ Z ട്രാൻസ്ഫോം ആണ്. സോ ഇവർ തമ്മിലുള്ള റിലേഷൻ ആണ് Z is equal to e raised to ST. സോ Z കൊടുത്ത് ഞാൻ e raised to ST എന്ന് കൊടുത്തു. സോ 0 to HFN Z raised to minus n എന്നുള്ളത് e raised to minus ST into n. ഓക്കെ, മൈനസ് n e raised to ST into n കൊടുത്തു. So let us consider the mapping of points S plane to Z plane implied by the relation. Okay, S plane Z plane ലോട്ട് മാറ്റണമെങ്കിൽ മാപ്പ് ചെയ്യണമെങ്കിൽ ഈ ഒരു റിലേഷൻ നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം. ദാറ്റ് ഇസ് Z is equal to e raised to ST. ഇതാണ് ആ റിലേഷൻ. അവർ തമ്മിൽ റിലേഷൻ വേണമെന്ന് പറഞ്ഞു. ദിസ് ഇസ് ദ റിലേഷൻ, ദാറ്റ് ഇസ് Z is equal to e raised to ST. Z ട്രാൻസ്ഫോമും S പ്ലെയിനും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇനി നമുക്ക് S എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് S is equal to sigma plus j omega, right? Excuse me. അപ്പോൾ ഇനി ഇവിടെ എസും സെഡും ആണ് രണ്ട് ഡൊമൈൻ ആയിട്ടുള്ളത്. സോ എസിന്റെ ഡെഫിനിഷൻ നമുക്ക് എഴുതാം, സെഡിൻ്റെ എഴുതാം. എസ് എന്ന് പറയുമ്പോൾ എസ് പ്ലെയിൻ ആണ്, അതായത് റിയൽ ആക്സിസ് സിഗ്മയും ഇമാജിനറി ജെ ഒമേഗയും. സോ എസിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു പ്ലെയിൻ ആയതുകൊണ്ട് സിഗ്മ പ്ലസ് ജെ ഒമേഗ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് കോംപ്ലക്സ് വേരിയബിൾ സെഡ് എന്നുള്ളത് യൂണിറ്റ് സർക്കിളിന്റെ ഫോമിലാണ്. അതിനെ നമ്മൾ പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ആർ ഇ റേസ് ടു ജെ ഒമേഗ ആണ്. ഓക്കെ, സെഡ് ഇസ് ഈക്വൽ ടു ആർ ഇ റേസ് ജെ ഒമേഗ ആണ്. ആർ ഇസ് റേഡിയസ് ആൻഡ് ഇ റേസ് ജെ ഒമേഗ എന്നുള്ളത് അതിന്റെ ആംഗിൾ. സോ Z is equal to R e raised to j omega ആണ് സെഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ സെഡിനെയും എസിനെയും റെപ്രസെന്റ് ചെയ്തു. ഇനി ഈ റിലേഷനിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ വി ഹാവ് Z is equal to R e raised to omega which is equal to E into S is equal to sigma plus j omega into T. അപ്പോൾ അനലോഗ് ഫോമിലുള്ള ഒമേഗ ഈ ഒമേഗ ആണ്, ആൻഡ് ഡിജിറ്റൽ ഫോമിലുള്ള ഒമേഗയാണ് ഈ ഒമേഗ. ഓക്കെ, സോ രണ്ട് ഒമേഗ നമ്മൾ മാറരുത്. അനലോഗിൽ ഈ ഒമേഗ യൂസ് ചെയ്യുക, കണ്ടിന്യൂസ് ലെങ്ത്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി. ഡിജിറ്റലിൽ ഈ ഒമേഗ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി ഈ ഒരു
ടേമിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് ഇ റേസ്ഡ് സിഗ്മ ടി ഇൻറ്റു ഇ റേസ്ഡ് ജെ ഒമേഗ ടി. ഓക്കെ, നൗ ഈ ഇ റേസ്ഡ് ജെ ഒമേഗ, ഈ ജെ ടേം ആയിരിക്കും ഇതിന്റെ ആംഗിൾ. ഓക്കെ, ഫോം, ആൻഡ് ദിസ് ഇസ് ദ മാഗ്നിറ്റ്യൂഡ് ടേം. ഓക്കെ, സോ ഇവിടെ അതുപോലെ ഇതാണ് ഇ റേസ്ഡ് ജെ ഒമേഗ ആണ് ഇതിന്റെ ആംഗിൾ ടേം, ആർ ആണ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ടേം. സോ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ആറിന്റെ വാല്യൂ, ആംഗിളിന്റെ വാല്യൂ, അതായത് ഒമേഗന്റെ വാല്യൂ നമുക്ക് സെപ്പറേറ്റ് എടുത്ത് എഴുതാം. സോ ഫ്രം ഹിയർ വി ഹാവ് ആർ ഇസ് ഈക്വൽ ടു ഇ റേസ്ഡ് സിഗ്മ ടി. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു ഇ റേസ്ഡ് സിഗ്മ ടി എന്ന് കിട്ടി. ആൻഡ് ഓൾസോ ഒമേഗ, ദാറ്റ് ഇസ് ആംഗിൾ ഇസ് ഈക്വൽ ടു e raised to j omega is equal to e raised j omega t ആണ്. സോ ഒമേഗ is equal to omega t. സോ ഈ രണ്ട് വേരിയബിൾസ് നമുക്ക് കിട്ടി. അതായത് നമ്മൾ എസ്സിന്ന് സെഡിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എസ്സിലുള്ള സിഗ്മ എന്താക്കും, സിഗ്മ യൂസ് ചെയ്ത് നമുക്ക് ആറ് കണ്ടുപിടിക്കാം. സോ ആർ ഇസ് ഇക്വൽ ടു ഇ റേസ്ഡ് ടു സിഗ്മ ടി. ആൻഡ് എസ്സിലുള്ള ജെ ഒമേഗ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒമേഗ കണ്ട, ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ടി. ഓക്കെ, ഓക്കെ, ആ റിലേഷൻ കണ്ടു. ആ റിലേഷന് മാച്ച് ചെയ്തിട്ട് രണ്ടില് വേരിയബിൾസ്, എസ്സിലുള്ള വേരിയബിൾ സിഗ്മിങ് ഒമേഗയാണ്. ഈ സിഗ്മിങ് ഒമേഗ യൂസ് ചെയ്തിട്ട് സെഡിലുള്ള ആറും ഈ ഒമേഗയും കണ്ടു. ഓക്കെ, ആറിന്റെ കറസ്പോണ്ടിങ് ഒമേഗന്റെ കറസ്പോണ്ടിങ് കണ്ടു. ദ ഫസ്റ്റ് ടേം ഇൻ പ്രൊഡക്റ്റ് ഇൻ ഇക്വേഷൻ 5.73, ഈ ഒരു പ്രൊഡക്റ്റിലെ ഫസ്റ്റ് ടേം, അതായത് ഇത് മാഗ്നിറ്റ്യൂഡ് ടേം, ഫസ്റ്റ് ടേം has a magnitude of e raised to sigma t and an angle of 0, a real number. ഇത് റിയൽ നമ്പർ ആണ്. മാഗ്നിറ്റ്യൂഡ് e raised sigma t യും ആംഗിൾ 0 ആണ്. പക്ഷെ ഈ ഒരു കേസിൽ ഈ സെക്കൻഡ് ടേം e raised j omega t has a unity magnitude and an angle of omega t. മാഗ്നിറ്റ്യൂഡ് 1 ആണ്, 1 into e raised j omega t ആണ്. സോ മാഗ്നിറ്റ്യൂഡ് 1 ഉം ഒരു സെപ്പറേറ്റ് ആയിരിക്കുകയാണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് e raised to sigma t യും ആംഗിൾ 0 ആണ്. ഈ ഒരു ടേമിന്റെ സെക്കൻഡ് ടേമിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ഉം ആംഗിൾ ഒമേഗ ടി ആണ്. ഓക്കെ, ഇ റേസ്ഡ് ജെ തീറ്റ, ഇ റേസ്ഡ് ജെ തീറ്റ എന്നാകുമ്പോൾ തീറ്റ എന്ന ആംഗിൾ എന്താ, ഒമേഗ ടി ആണ്. Okay, therefore, our analog pole is mapped to the place in the z plane of magnitude e raised sigma t and angle omega t. അപ്പോൾ നമ്മുടെ ഈ അനലോഗ് പോള്, ഓക്കെ, അനലോഗ് എന്ന് പറയുന്ന ഈ പോള്, അനലോഗ് പോള് എങ്ങനെയാണ് നമ്മൾ സെഡ് പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, മാഗ്നിറ്റ്യൂഡ് ഇ റേസ്ഡ് സിഗ്മ ടി മാഗ്നിറ്റ്യൂഡ് എടുക്കും, അതുപോലെ ആംഗിൾ ഒമേഗ ടി. അപ്പോൾ ആംഗിളും മാഗ്നിറ്റ്യൂഡും ഇത് രണ്ടും നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എസ് പ്ലെയിനിന്ന് സെഡ് പ്ലെയിനിലോട്ട് മാറ്റുന്നത്. അപ്പോൾ എസ് പ്ലെയിനിലുള്ള സിഗ്മന്റെ വാല്യൂ ഒമേഗ ടിന്റെ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ കറസ്പോണ്ടിങ് ആറും ഈ ഒമേഗയും കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അതിനെ എന്തിലോട്ടാക്കുന്നത്, സെഡ് ട്രാൻസ്ഫോമിലോട്ടാക്കുന്നത്. ഓക്കെ, so magnitude angle consider. The real part of the analog pole determines the radius of the plane, and the imaginary part of the analog pole dictates the angle of the plane, digital pole. Okay, ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാഗ്നിറ്റ്യൂഡും അതായത് റേഡിയസും. റിയൽ പാർട്ട് പറയുമ്പോൾ ആറ്. ഈ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ആർ ഇസ് ഈക്വൽ ടു ഇ റേസ്ഡ് സിഗ്മ ടി, അതാ പറയുന്നത്. ഈ റിയൽ പാർട്ട് നമുക്ക് കിട്ടുന്നത് ഇതിന്റെ റേഡിയസും ആണ്. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ട് അല്ലെങ്കിൽ ആംഗിൾ കിട്ടുന്നത് ഇതിന്റെ ആംഗിളും ആണ്. ഓക്കെ, ഇമാജിനറി പാർട്ട് കിട്ടുന്നത്, ഇമാജിനറി പാർട്ട് ഇ റേസ്ഡ് ജെ ഒമേഗ ടി, ദാറ്റ് ഇസ് ഒമേഗ ടി കിട്ടുന്ന ആംഗിളും. സോ നമുക്ക് റേഡിയസും കിട്ടി, ആംഗിളും കിട്ടി. ഓക്കെ, സെഡ് പ്ലെയിൻ്റെ. കൺസിഡർ എനി വൺ പോൾ. ഇനി നമുക്ക് പോള് നമുക്ക് കൺസിഡർ ചെയ്യാം, ഓരോ പോളുകൾ എവിടേക്കാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി, സിഗ്മന്റെ വാല്യൂ, അതായത് എസ് പ്ലെയിൻ അവർ തമ്മിലുള്ള റിലേഷൻ കിട്ടിയില്ലേ, അതായത് എസ് പ്ലെയിനിലുള്ള സിഗ്മന്റെ വാല്യൂ ജെ ഒമേഗന്റെ വാല്യൂം കിട്ടിയാൽ, ഓക്കെ, അത് രണ്ട് വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെഡ് ട്രാൻസ്ഫോമിന്റെ എന്ത് കിട്ടും, റേഡിയസും കിട്ടും, ആംഗിളും കിട്ടും. ഈ റേഡിയസും ആംഗിളും വെച്ചാൽ, റേഡിയസും ആംഗിളും കിട്ടിയാൽ നമുക്ക് യൂണിറ്റ് സർക്കിളിൽ എവിടെ വേണമെങ്കിലും പോയിന്റ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇനി ഓരോ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ, so consider any pole on the j omega axis where sigma equal to 0. Different conditions നോക്കാം. As shown in figure, these poles map to the set at a radius r. Okay, ഇനി ഇവിടെ എന്താ പറയുന്നത്, ഒരു കേസ് കൺസിഡർ ചെയ്യാം. ജെ ഒമേഗ ആക്സിസിലാണ് പോള്. ഇതാണ് എസ് പ്ലെയിൻ. എസ് പ്ലെയിൻ നമുക്ക് സർക്കിളിലോട്ട്, അതായത് സെഡ് ട്രാൻസ്ഫോമിലോട്ട് അല്ലെങ്കിൽ യൂണിറ്റ് സർക്കിളിലോട്ട് മാപ്പ് ചെയ്യണം. അപ്പോൾ എസ് പ്ലെയിനിൽ നമ്മൾ പോൾസ് ആദ്യം കൺസിഡർ ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ, ഈ ജെ ഒമേഗ ആക്സിസിൽ 3 പോൾസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദിസ് ഇസ് 3 പോൾസ്. ഈ ജെ ഒമേഗ ആക്സിസിന്റെ ഉള്ളിൽ 3 പോൾസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സിഗ്മ എന്നുള്ള വാല്യൂ എക്സ് ആക്സിൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും, ഇല്ല. സോ സിഗ്മ ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് ജെ ഒമേഗ ആക്സിസിൽ 3 പോൾസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ്
ദീസ് പോൾസ് മാപ്പ് ടു ദ സെഡ് പ്ലെയിൻ അറ്റ് റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു. ഇനി ഈ പോൾസ് എങ്ങോട്ട് മാപ്പ് ചെയ്യണം? സെഡ് പ്ലെയിനിലോട്ട് മാപ്പ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ ആറ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ അതിന്റെ ആംഗിൾ ഒമേഗ ടിയും കണ്ടുപിടിക്കണം. ഓക്കെ, ഒമേഗയും കണ്ടുപിടിക്കണം. സോ ആറ് കാണാനുള്ള ഇക്വേഷൻ ഇറേസ് സിഗ്മ ടി ആണ്. സോ സിഗ്മ ഇവിടെ ഈക്വൽ ടു 0 ആണ് അല്ലെ, ജെമേഗ ആക്സിസിലാണ്. സിഗ്മ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഇറേസ് ടു 0 ഇൻറ്റു ടി, ദാറ്റ് ഇസ് ഇറേസ് 0. സോ ആർ ഈക്വൽ ടു 1 കിട്ടി. സോ റേഡിയസ് 1 ആണ്. റേഡിയസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ സെഡ് ട്രാൻസ്ഫോമിൽ യൂണിറ്റ് സർക്കിളിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ റേഡിയസ് 1 എന്ന് പറയുമ്പോൾ ആ സർക്കിളിന്റെ ബൗണ്ടറിയിലായിരിക്കും എന്തുണ്ടാവുക? ഈ പോൾസ് ഉണ്ടാവുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് ഒരു കോമൺ ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ജെമേഗ ആക്സിസിലാണ് നമ്മുടെ പോൾസ് എങ്കിൽ യൂണിറ്റ് സർക്കിളിന്റെ ബൗണ്ടറിയിലാണ് പോൾസ് റെപ്രസെന്റ് ചെയ്യുക. കാരണം ആർ ഇസ് ഈക്വൽ ടു 1 കിട്ടും. യൂണിറ്റ് സർക്കിളാണ്, റേഡിയസ് ഇസ് ഈക്വൽ ടു 1 ആണ്. സോ ഈ ഒരു സർക്കിളിന്റെ മുകളിലായിരിക്കും എന്ത്? ഈ പോൾസ്, ഈ രണ്ട് പോൾസും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, രണ്ട് പോൾസ് അല്ല, 3 പോൾസ്. ഈ 3 പോൾസും സർക്കിളിന്റെ മുകളിലായിരിക്കും. ഇനി ഈ പോൾസ് സർക്കിൾമേലാണ് കിട്ടി. ഓക്കെ, റേഡിയസ് കിട്ടിയപ്പോൾ ഇനി നമുക്ക് ആംഗിൾ കിട്ടി, ഇതിന്റെ പൊസിഷനും കൂടി കിട്ടും. ഓക്കെ, ഫോർ ദ ഇമ്പൾസ് ഇൻവേരിയന്റ് മാപ്പ് പോൾസ് ആർ ദ എസ് പ്ലെയിൻസ് ജെ ഒമേഗ ആക്സിസ് ടു ദ സെഡ് പ്ലെയിൻസ് യൂണിറ്റ് സർക്കിൾ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? പോൾസ് ജെമേഗ ആക്സിസിലാണെങ്കിൽ സെഡ് പ്ലെയിനിന്റെ യൂണിറ്റ് സർക്കിളിന്റെ മുകളിലായിരിക്കും, ഓൺ ദ യൂണിറ്റ് സർക്കിൾ ആയിരിക്കും എന്ത്? അല്ലെങ്കിൽ ബൗണ്ടറി ഓഫ് യൂണിറ്റ് സർക്കിൾ അല്ലെങ്കിൽ ഓൺ ദ യൂണിറ്റ് സർക്കിൾ ആയിരിക്കും പോൾസ് കിടക്കുന്നത്. ഇനി നമുക്ക് ഈ 0, ഓക്കെ, യൂണിറ്റ് സർക്കിളിന്റെ മുകളിലാണ്. ഇവിടെ ഈ ഒരു പോള്, സെൻട്രലുള്ള പോള് നമുക്ക് ഈ ഒരു പോയിന്റിലാണ് കിട്ടുന്നത് റിയലില്. ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ടി. ഓക്കെ, ഈ ഒമേഗ എന്ന് പറയുമ്പോൾ ഇവിടെ 0 ആണ് വരുന്നത് അല്ലെ. ഇവിടെ ഒമേഗ പറയുമ്പോൾ ലെങ്ത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഒമേഗന്റെ വാല്യൂ. ഓക്കെ, സോ ഇവിടെ പറയുമ്പോൾ ഒമേഗ ഈക്വൽ ടു 0 ആണ്. അപ്പം മറ്റേ ഒമേഗ 0, അതായത് ഈ ഒരു ഇവിടെയാണ് വരിക, 0 വരും. ദെൻ ഇത് കഴിയുമ്പോൾ ഒമേഗ ആണ്. സോ ഒമേഗ വാല്യൂ ഒമേഗ ഇൻറ്റു ടി എന്നാണ് വരിക. സോ ഒരു ടി എന്നുള്ള ഒരു ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. ദിസ് ഇസ് പോസിറ്റീവ്. ഇവിടെ +1 അല്ലേ വരിക. ഓക്കെ, +1 ആകുമ്പോൾ ഈ ഒരു പോസിറ്റീവ് ക്വാഡ്രന്റിൽ ഒരു വാല്യൂ കിട്ടും. എന്നിട്ട് ഇവിടെ ആകുമ്പോൾ ഇതും ഒമേഗയാണ്, പക്ഷെ മൈനസ് ഒമേഗ ആയിരിക്കും, മൈനസ് വാല്യൂ ആയതുകൊണ്ട് ഇവിടെ ഇതാണ് നെഗറ്റീവ് ക്വാഡ്രന്റ്. എക്സ് ആക്സിലും വൈ ആക്സിലും നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ക്വാഡ്രന്റിൽ വേറെ പോയിന്റ് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് 3 പോൾസ് വരുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ജോമേഗ ആക്സിസിലാണെങ്കിൽ ഓൺ ദ ബൗണ്ടറി അല്ലെങ്കിൽ ഓൺ ദ യൂണിറ്റ് സർക്കിളിലായിരിക്കും പോൾ വരിക. ഈ സെക്കൻഡ് കേസ്, നൗ കൺസിഡർ ദ പോൾസ് ഇൻ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് ദ എസ് പ്ലെയിൻ. ഈ പോൾസ് ജിയോമേഗയുടെ ലെഫ്റ്റ് ഹാഫ് സൈഡിലാണ് എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ലെഫ്റ്റ് ഹാഫ് സൈഡിലാണ് എന്ത്? ജിയോമേഗ മാപ്പിംഗ് ടു ദി യൂണിറ്റ് സർക്കിളാണ്. ഇത് ലെഫ്റ്റ് ഹാഫ് സൈഡിലാണ് എന്ത്? ഇവിടെ അനലോഗിലാണെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്. അപ്പൊ സ്റ്റേബിൾ ആവുന്ന കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റേബിൾ ആവുന്ന കണ്ടീഷനിൽ സർക്കിളിന്റെ അകത്ത് പോൾസ് വരണം അല്ലെ, ഇൻസൈഡ് ദ സെഡ് പ്ലെയിനിൽ പോൾസ് വരണം. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നമ്മുടെ പോൾസ് എസ് പ്ലെയിനിൽ ലെഫ്റ്റ് സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ സെഡ് ട്രാൻസ്ഫോമിൽ യൂണിറ്റ് സർക്കിളിന്റെ അകത്ത് വരണം പോൾസ്, എന്നാലാണ് സ്റ്റേബിൾ പറയാം. ഓക്കെ, അപ്പൊ സ്റ്റേബിൾ പോൾസ് വന്നാൽ എന്താ ചെയ്യുക? സോ സിഗ്മന്റെ വാല്യൂ, ഇവിടെ സിഗ്മ ഇവിടെ 0 ആണ്, ഇവിടെ സിഗ്മ ഇങ്ങോട്ട് പോസിറ്റീവ് വാല്യൂ ആണ് സിഗ്മ. ഓക്കെ, ഈ സെൻട്രൽ പോർഷനിൽ 0 ആണ്, ഈ ഒരു ഭാഗത്തോട്ട് പോസിറ്റീവ് വാല്യൂ ആണ്, ഈ ഒരു ഭാഗത്തോട്ട് നെഗറ്റീവ് വാല്യൂ ആണ്. സോ സിഗ്മ ഹിയർ ലെസ് ദാൻ 0 ആണ്, സിഗ്മന്റെ വാല്യൂ ലെസ് ദാൻ 0. ഇത് നമുക്ക് റേഡിയസ് കാണാം. These poles map inside the unit circle as shown in figure because r is equal to sigma t എന്നാണ് ആൻസർ. റേഡിയസ് കാണണം. സോ r is equal to e raised to sigma t. സിഗ്മന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇ റേസ് ടു മൈനസ് എന്നുള്ള വാല്യൂ വരും. ഇ റേസ് ടു മൈനസ് എന്ന് പറയുമ്പോൾ r ലെസ് ദാൻ 1 ആണ് വരിക. ഓക്കെ, സോ സിഗ്മ ലെസ് ദാൻ 0 ആയതുകൊണ്ട് ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ് വരിക. കാരണം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ 1 ആണ്. പോസിറ്റീവ് ആവും തോറും ഇ റേസ് ടു സിഗ്മ 0 ആവുമ്പോൾ 1 വരും. സിഗ്മ ലെസ് ദാൻ 0 എന്നാവുമ്പോൾ ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1 വരും. സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ലെസ് ദാൻ 0 ആയതുകൊണ്ട് ആറിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. സോ ഇതിന്റെ സർക്കിളിന്റെ റേഡിയസ് 1 ആണ്. അപ്പൊ ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ ഈ റേഡിയസിലാറ് ചെറുതാണ് അതിന്റെ റേഡിയസ്, 1ന്റെ ചെറുത റേഡിയസ് വരുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും? യൂണിറ്റ് സർക്കിളിന്റെ അകത്തായിരിക്കും. ഇനി പൊസിഷൻ നോക്കാം. 2 പോൾസ് ഉണ്ട്. ഈ 2 പോൾസിൽ രണ്ടിന്റെയും ഹൈറ്റ് ഒമേഗയിലാണ്. അപ്പോൾ ഇത് നമുക്ക് നെഗറ്റീവിലോട്ട് പോവുകയാണെങ്കിൽ 0ന്റെ അടുത്തുള്ള പോൾസ് ആവും എന്ത്? റേഡിയസ് കൂടുതൽ. ഇത് വീണ്ടും നെഗറ്റീവിലോട്ട് ഹയർ നെഗറ്റീവ് വാല്യൂ പറയുമ്പോൾ ആക്ച്വലി ഇത് സ്മോളർ വാല്യൂ ആണ് അല്ലെ. 0ന്റെ അടുത്തുള്ള വാല്യൂ ആണ്, ഇതാണ് ഹയർ വാല്യൂ.
ഇത് കുറവ്, പിന്നെ അങ്ങനെ കൂടുതൽ നെഗറ്റീവിലോട്ട് പോകുമ്പോൾ ഈ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒമേഗ എന്നുള്ള ഒരു ആംഗിൾ ഉണ്ടാവും. സോ ഒമേഗ ഇസ് ഈക്വൽ ടു ഒമേഗ ടി. അപ്പോൾ ഇവിടെ ഒമേഗ ടി എന്നുള്ളൊരു ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കുക. പോസിറ്റീവ് ആണല്ലോ, ഇവിടെ ആണ്, ഇതുകൊണ്ട് പോസിറ്റീവ് സൈഡാണ്. സോ ഇവിടെ ഏതെങ്കിലും ഒരു ഒമേഗ ടി എന്നുള്ള ഒരു ആംഗിൾ എടുക്കുക, ഏതെങ്കിലും ഒരു ആംഗിൾ. ഇത് ഒമേഗ ടി ആംഗിൾ ആണ്. ഇവിടെ എങ്ങനെ പോയിന്റ് വരിക എന്ന് വെച്ചാൽ, ഇത് പറയുമ്പോൾ റേഡിയസ് കൂടുതലായിരിക്കും, കാരണം സീറോന്റെ അടുത്താണ്. ഇങ്ങോട്ട് പോകുമ്പോൾ റേഡിയസ് കുറയും. ഇതാണ് ഹയർ വാല്യൂ. അപ്പോൾ ഇതിന്റെ റേഡിയസ് ഇവിടെ കൊടുക്കുക, അതായത് ഈ ഒരു പൊസിഷനിൽ കൊടുക്കുക. ഇത് പറയുമ്പോൾ ലോ വാല്യൂലോട്ട് പോവാണ് അല്ലെ, ഇപ്പുറത്ത് നെഗറ്റീവിലോട്ട് പോവാണ്. അപ്പോൾ ഇതിന്റെ റേഡിയസ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നും കൂടി കുറവായിരിക്കും. അപ്പോൾ ഇതേ പോയിന്റിൽ ഇവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ 2 പോയിന്റ് കിട്ടി. ഇത് ഹയർ റേഡിയസ് ആയതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിക്ക് വരട്ടെ, അതായത് സീറോ റേഡിയസ് കൂടുതൽ, ഇത് റേഡിയസ് കുറവാണ് കാരണം നെഗറ്റീവിലോട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഇങ്ങോട്ടും കൊടുത്തു. ഓക്കെ, അങ്ങനെ 2 വാല്യൂസും സെയിം ജയമേഘന്റെ ഒരേ പോയിന്റിലാണ് ജയമേഘ ആക്സിൽ നിൽക്കുന്നതുകൊണ്ട് രണ്ടും ഒരേ ആംഗിൾ ആയിരിക്കും. സോ സെയിം ആംഗിളിൽ തന്നെ 2 പോയിന്റ് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ യൂണിറ്റ് സർക്കിളിന്റെ അകത്തായി ജയമേഘന്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ. ഓക്കെ, ദെൻ തേർഡ് ആയിട്ടുള്ള ഒരു വേറെ കണ്ടീഷൻ, ഫോർ ഓൾ ദ എസ് പ്ലെയിൻ പോൾസ് വിത്ത് നെഗറ്റീവ് റിയൽ പാർട്ട് മാപ്പ് ടു സെഡ് പ്ലെയിൻ പോൾസ് ഇൻസൈഡ് യൂണിറ്റ് സർക്കിൾ, stable analog poles are mapped into stable digital poles. Okay, the impulse invariant mapping preserves the stability of the filter. Okay, filter stability preserve ചെയ്യും, കാരണം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇവിടെ യൂണിറ്റ് സർക്കിളിന് അകത്തായിരിക്കും. സ്റ്റേബിൾ അനലോഗ് ഫിൽറ്ററിന് കറസ്പോണ്ടിങ് സ്റ്റേബിൾ ഡിജിറ്റൽ ഫിൽറ്റർ തന്നെ കിട്ടും. അപ്പോൾ അത് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓൾ പോൾസ് ഇൻ ദ റൈറ്റ് ഹാഫ് ഓഫ് ദ എസ് പ്ലെയിൻ മാപ്പ് ടു ദ ഡിജിറ്റൽ പോൾസ് ഔട്ട്സൈഡ് യൂണിറ്റ് സർക്കിൾ. ഇനി അതുപോലെ തന്നെ ഇനി നമുക്ക് പോൾസ് റൈറ്റ് ഹാഫ് പ്ലെയിനിൽ നോക്കാം. ഈ റൈറ്റ് ഹാഫ് പ്ലെയിനിലാണ് പോൾസ് എങ്കിൽ ഇവിടെ നമ്മൾ ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണ് റെപ്രസെന്റ് ചെയ്യുക. അത് ഇൻ ദ സെൻസ് R സിഗ്മ ടി ആണ്. ഇവിടെ സിഗ്മ ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെ, പോസിറ്റീവ് വാല്യൂസ് വരിക ഈ ഒരു സൈഡിലാകുമ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ് വരുന്നത്. സോ ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ആറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 പറയുമ്പോൾ അതൊരു യൂണിറ്റ് സർക്കിൾ ആണ്. ഗ്രേറ്റർ ദാൻ 1 റേഡിയസ് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആയിരിക്കും പോൾസ് വരിക. സോ എസ് പ്ലെയിന് ഈ റൈറ്റ് സൈഡിലാണെങ്കിൽ പോൾസ് ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആയിരിക്കും. ഓക്കെ, സോ അൺസ്റ്റേബിൾ പോൾസ് മാപ്പിംഗ് ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ. ഇവിടെ എസ് പ്ലെയിന് റൈറ്റ് സൈഡിൽ പറയുമ്പോൾ അൺസ്റ്റേബിൾ ആണ് പോൾസ്, ഇതൊരു ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആണ് റെപ്രസെന്റ് ചെയ്യുക. Although the Jamaica axis mapped to the unit circle, it is not one-to-one mapping. Rather, it's many-to-one mapping, where many points in S-plane are mapped into a single point in the Z-plane. The easiest way to explain this is to consider 2 poles in the S-plane with identical real parts, but with the imaginary components differentiating by 2 pi t as shown in figure. Okay, ഇനി എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ ഇപ്പോൾ 1-to-1 ആണ്. അതായത് S-planeലുള്ള ഒരു പോള് Z ട്രാൻസ്ഫോമുള്ള ഒരു പോളിലോട്ട് 1-to-1 മാപ്പിംഗ് ആണ്. ഇനി ഈ ഒരു മാപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് 1 to many മാപ്പിംഗ് കിട്ടും. അതായത് many to one മാപ്പിംഗ് കിട്ടും. many to one മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എസ് പ്ലെയിനിലുള്ള കുറേ പോൾസിനെ സെഡ് പ്ലെയിനിൽ ഒരൊറ്റ പോയിന്റ് ആക്കി കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് സെഡ് പ്ലെയിനിൽ ഒരേ മാഗ്നിറ്റ്യൂഡുള്ള, അതുപോലെ തന്നെ ഇമാജിനറി ആക്സിസ്, അതായത് സിഗ്മന്റെ വാല്യൂ ഒക്കെ സെയിം ആണ്, പക്ഷെ ഇമാജിനറി ആക്സിസിലുള്ള വാല്യൂസ് ചേഞ്ച് ചെയ്താൽ ഒരു മൾട്ടിപ്പിൾസ് ഓഫ് 2π/t മൾട്ടിപ്പിൾസിന്റെ വാല്യൂ ആയിട്ട് ജയമേഘന്റെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ, അതായത് പ്രത്യേക പോൾസിന്, അതായത് മൾട്ടിപ്പിൾസ് ഓഫ് 2π/t എന്നാണ് ഈ ജയമേഘന്റെ വാല്യൂ എങ്കിൽ ആ പോൾസ് ഒക്കെ നമ്മൾ മാപ്പ് ചെയ്യുമ്പോൾ ആംഗിളും നമ്മൾ റേഡിയസും നോക്കുമ്പോൾ ഒരു പോയിന്റിലോട്ട് മാപ്പ് ചെയ്യുക. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോൾസ് ഉണ്ടെങ്കിലും ഒരൊറ്റ പോയിന്റിലോട്ട് മാപ്പ് ചെയ്യുക. അതാണ് ഇമ്പൾസ് ഇൻവാരിയന്റ് മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജ്. ആ ഒരു കേസ് പറയുന്ന ഒരു ഫിഗർ നമുക്ക് നോക്കാം. ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 3 പോൾസ് ഉണ്ട്, കണ്ടോ, S1 S2 S3 3 പോൾസ് ഉണ്ട്. ഈ 3 പോളും കണ്ടോ ഈ ഒരു പോയിന്റിലോട്ടാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. ദിറ്റ് ഈസ് മെനി പോൾസ് ഒരു പോയിന്റിലോട്ടാണ് എസ് പ്ലെയിനിൽ അല്ല സെഡ് പ്ലെയിനിൽ മാപ്പ് ചെയ്യുന്നത്. അതായത് എസ് പ്ലെയിനിൽ മെനി പോയിന്റ്സ് ഉണ്ടെങ്കിലും സെഡ് പ്ലെയിനിൽ അത് ഒരൊറ്റ പോയിന്റിലോട്ട് മാപ്പ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ, ദിസ് ഇസ് ദ ഇമാജിനറി സ്ട്രിപ്പ് എന്ന് പറയാൻ കാരണം ഈ -π/t ടു +π/t എന്നുള്ള ഈ റേഞ്ച് ആണ് നമ്മൾ പറയുന്ന ഇമാജിനറി സ്ട്രിപ്പ്. ഓക്കെ, -π/t ടു +π/t. ഇതിനകത്ത് വരുന്ന പോൾസ്, അതിന് ഈ സൈഡിലായിക്കോട്ടെ, ഈ ലെഫ്റ്റ് ആയിക്കോട്ടെ, റൈറ്റ് ആയിക്കോട്ടെ, യൂണിറ്റ് സർക്കിളിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇതിനകത്ത് വരുന്ന പോൾസിനൊക്കെ ഇവിടെ ഡിഫറെന്റ് 1-to-1 മാപ്പിംഗ് ആയിരിക്കും. അതായത് എവിടെ പോൾ വന്നാലും കറസ്പോണ്ടിങ് പോള് സെഡ് പ്ലെയിനിൽ ഉണ്ടാവും. ഇനി ഇതിന്റെ പുറത്ത് π/tന്റെ പുറത്ത് ആണ് നമ്മുടെ എന്ത് പോൾസ് എങ്കിലും, ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു പോൾ ഉണ്ട് π/tന്റെ പുറത്ത്, ഇത്രയേ ഉള്ളൂ, -π/2 ഇതാണ് പ്രൈമറി സ്ട്രിപ്പ്. ഇതിനകത്തുള്ള പോൾസിന് ഓൺലി 1 പോളേ ഉണ്ടാവുള്ളൂ സെഡ് പ്ലെയിനിൽ. ഇതിന് പുറത്തുള്ള പോളാണ് S2ഉം S3യും. അപ്പൊ ഇവരെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾസ് ഓഫ് 2π/t ആണ്. 2π/tന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം
ഇതിവിടെ ഒമേഗ വാല്യൂ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് പോകാനുള്ള ഡിസ്റ്റൻസ് 2π/t ആണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസ് 2π/t ആണ്. അപ്പോൾ ഇവര് എന്താണ്, ഇവർക്ക് ഇവിടെയുള്ള പോയിന്റിന്റെ സെയിം മെനി ടു വൺ മാപ്പിംഗ് വരും. അതായത് മോർ ദാൻ വൺ പോൾസിന് ഒരൊറ്റ പോളെ സെഡ് പ്ലെയിനിൽ റെപ്രസെന്റ് ചെയ്യുള്ളൂ. എന്ത്, പ്രൈമറി സ്ട്രിപ്പിന് പുറത്താണ്. പ്രൈമറി സ്ട്രിപ്പിന് പുറത്ത് എത്ര പോൾസ് വന്നാലും അവരും ഈ അകത്തുള്ള പ്രൈമറി സ്ട്രിപ്പിന് അകത്തുള്ള പോൾസും തമ്മിൽ മെനി ടു വൺ മാപ്പിംഗ് ആണ് നടക്കുക. ഓക്കെ, അതിനെ നമുക്ക് ഈ S1 S2 കൺസിഡർ ചെയ്യാം. ഇത് രണ്ടും എങ്ങനെ വരുന്നത് നോക്കാം. അപ്പൊ എന്താണെന്ന് വെച്ചാൽ S1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം S1 = സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ്. സോ S1ന്റെ ഈ വാല്യൂ ഇവിടെ ഉണ്ട്. ഓക്കെ, ജെ ഒമേഗ. ദെൻ സിഗ്മ വാല്യൂ ഉണ്ട്. സിഗ്മ ഇവിടെ ഇതിന്റെ ഹൈറ്റ് ഒമേഗയാണ്. സോ വി ഹാവ് സിഗ്മ പ്ലസ് ജെ ഒമേഗയാണ് S1. സ്ട്രിപ്പിന് പുറത്തുള്ളത് നോക്കാം. സിഗ്മ, അതിന്റെ വാല്യൂ സെയിം സിഗ്മ വാല്യൂ ആണ്. കണ്ടോ, ഇത് എപ്പോഴാണ് വരുന്നത് വെച്ചാൽ റിയൽ പാർട്ട് സെയിം ആവുന്ന കേസാണ്. ഈ 3 കേസിലും ഈ S1 ആണെങ്കിലും S2 ആണെങ്കിലും S3 ആണെങ്കിലും റിയൽ പാർട്ട് സെയിം ആണ്. അപ്പൊ റേഡിയസ് സെയിം ആണ്. 3 റേഡിയസ് സെയിം ആണ്, പക്ഷെ ആംഗിളും സെയിം വരികയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരേ പോയിന്റിൽ വരുന്നത്. നമുക്ക് രണ്ട് സംഭവങ്ങൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാനുള്ളൂ, റേഡിയസ്, ആംഗിൾ. ഇവിടെ 3നും ഇതിന്റെ റേഡിയസ് സിഗ്മ വാല്യൂ സെയിം ആയതുകൊണ്ടാണ് അപ്പോൾ ഒരു റേഡിയസിലാവും വരിക. അപ്പൊ ഈ ഒരു സർക്കിളിന്റെ അകത്ത്, അതായത് ഈ ഒരു റേഡിയസിന്റെ അകത്താണ് പോയിന്റ്സ് വരിക. ഇതിന്റെ ആംഗിളും സെയിം തന്നെ ആണെങ്കിലാണ് എന്ത് വരിക, ഈ 3നും ഒരു പോയിന്റ് വരിക. അപ്പൊ ആംഗിൾ സെയിം ആവുന്ന എങ്ങനെയാ നോക്കാം. അപ്പൊ ഇത് പറഞ്ഞാല് S1 എന്ന് പറയുമ്പോൾ സിഗ്മ പ്ലസ് ജെ ഒമേഗ, അത് കിട്ടി. ഇനി S2 എന്ന് നോക്ക്, സിഗ്മ പ്ലസ് ജെ ഇൻറ്റു ഒമേഗ, ഇത്രയും ഒമേഗയാണ്. ഓക്കെ, ഇത് ഈ ഒരു ലെവൽ അറിയുമ്പോൾ 3π/t ആണ്. സോ ഈ ഒരു S2ന്ന് ഈ ഒരു ഒമേഗയ്ക്കുള്ള വാല്യൂ 2π/t ആണ്. അപ്പോൾ ഇത്രയും, അതായത് എക്സാക്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നിന്ന് ഈ ഒരു ഇത് വരെയുള്ള ജെ ഒമേഗന്റെ വാല്യൂ എന്താ കിട്ടുക, ഒമേഗ പ്ലസ് 2π/t അല്ലേ കിട്ടുക. ഈ ഒരു പോയിന്റ് ഇത്രയും ഒമേഗ, ഇവിടുന്ന് അങ്ങോട്ട് 2π/t. സോ ഒമേഗ പ്ലസ് 2π/t ആണ് S2 കിട്ടുക. ഇനി ഇത് രണ്ടും നോക്കിയിട്ട് R കണ്ടുപിടിച്ചേ. R = e raised to st ആണ്. സോ Z1 = e raised to st ആണ്. Z1 ഉം Z2 കാണാം. Z1 എന്ന് പറഞ്ഞാൽ e raised to st ആണ്. സോ Z1 = e raised to S1t. that is e raised to S1 പകരം സിഗ്മ ജെ ഒമേഗ ഇൻറ്റു ടി എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to സിഗ്മ ടി ഇൻറ്റു e raised to ജെ ഒമേഗ ടി. ഇതിങ്ങനെ കിട്ടി Z1. ഇനി Z2 = e raised to S2t എന്ന് കൊടുത്തു. സോ e raised to S2 എന്ന് പറഞ്ഞാൽ സിഗ്മ പ്ലസ് ജെ ഒമേഗ പ്ലസ് 2π/t ഇൻറ്റു ടി. ദിസ് ഈക്വൽ ടു e raised to സിഗ്മ ടി ഇൻറ്റു e raised to ജെ ഒമേഗ ടി ഇൻറ്റു e raised to ജെ 2π. ഓക്കെ, ഈ ടിയും ടി ക്യാൻസൽ ചെയ്തു, e raised to 2π/t. സോ വി ഹാവ് e raised j omega t into e raised j 2π. e raised j 2π ആണ് 1 ആണ്, which is equal to e raised sigma t into e raised to j omega t, which is equal to this. ഇത് രണ്ടും ഈക്വൽ ആയിട്ട് e raised sigma t into e raised j omega t. ഇവിടെ e raised sigma t into e raised j omega t. കറക്റ്റ് അല്ല. അപ്പൊ Z1 ഉം Z2 നമുക്ക് ആ ഒരു 2π/tന്റെ മൾട്ടിപ്പിൾസിൽ വന്നാൽ Z1 ഉം Z2 എന്താ വരുന്നത്, ഈക്വൽ ആണ് വരുന്നത്. അതുകൊണ്ടാണ് സിഗ്മ വാല്യൂ ഇവിടെ 3നും സെയിം ആണ്. ഈ ഒരു പോയിന്റിലുള്ള വാല്യൂ ആണ് സിഗ്മ വാല്യൂ. ജെ ഒമേഗന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. പക്ഷെ ജെ ഒമേഗ നമ്മൾ ആംഗിൾ നോക്കുമ്പോൾ 2π/tന്റെ മൾട്ടിപ്പിളിലാണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ പ്രൈമറി സ്ട്രിപ്പിന്റെ പുറത്താണ് വരുന്നതെങ്കിൽ ഈ മെനി ടു വൺ മാപ്പിംഗ് ഉണ്ടാവും. അതായത് ഇവിടെ ഒന്നിൽ കൂടുതൽ പോൾസ് ഉണ്ടെങ്കിലും അത് ഇവിടെ ഒരൊറ്റ പോളിനായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഇമ്പൾസ് ഇൻവാരിയന്റ് മെത്തേഡിന്റെ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, ഫ്രം ഫിഗർ 5.6a and b we find that these pole map to the same location z plane. ഇത് രണ്ട് നോക്കി അറിയാം. ഈ S1 ഉം S2 ഉം, S1 എന്നുള്ള പോളും S2 പറഞ്ഞ പോളും Z1 Z2ല് സെയിം പ്ലെയിനിലോട്ടാണ്, സെയിം ഇക്വേഷൻ രണ്ടിലും കിട്ടിയത്. e raised sigma t e raised j omega t e raised sigma t e raised j omega t. അപ്പൊ സെയിം ലൊക്കേഷനിലാണ് Z പ്ലെയിനിൽ കാണിക്കുന്നത്. അതാണ് മെനി ടു വൺ. ദീസ് are an infinite number of S-plane poles that map into the same location in this plane. അപ്പോൾ അതേപോലെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോൾസിന് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ ഈ ഇതിൽ വരുന്ന എല്ലാ പോൾസും, സോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോൾസിനെ അതുപോലെ മെനി ടു വൺ എന്നുള്ള ഒരു മാപ്പിംഗിലോട്ട് കൊടുക്കാൻ പറ്റും. ദേ മസ്റ്റ് ഹാവ് ദ സെയിം റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട്. ദേ ഡിഫർ ബൈ സം ഇന്റിജർ മൾട്ടിപ്പിൾ ഓഫ് 2π/t. അവർക്ക് സെയിം ഇമാജിനറി റിയൽ പാർട്ട് ആവണം, കാരണം സിഗ്മ വാല്യൂ ഒരേ ലൈനിലാവും വരിക. സെയിം റിയൽ പാർട്ട് ആവും, പക്ഷെ ഇമാജിനറി പാർട്ട് സെയിം ആയിരിക്കും. പക്ഷെ
ഇൻഡിജർ 2π/tന്റെ മൾട്ടിപ്പിളിലാണ് വരിക. അങ്ങനെ ആവുന്ന എല്ലാ കേസിലും പോൾസിന് ഒരൊറ്റ ലൊക്കേഷന് പോയിന്റ് ലൊക്കേഷനെ ഉണ്ടാവുള്ളൂ സെഡ് പ്ലെയിനിൽ. ഓക്കെ, 2π/tന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഇമാജിനറി പാർട്ട് വരിക ആൻഡ് റിയൽ പാർട്ട് സെയിം ആയി വരിക. അങ്ങനെയുള്ള കേസിൽ നമുക്ക് മെനി ടു വൺ എന്നുള്ള ഒരു കേസ് വരും. ദിസ് ഇസ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇംപൾസ് ഇൻവാരിയന്റ് മാപ്പിംഗ്. The explained poles having imaginary part of greater than π/t or less than π/t cause aliasing when sampling along signals. The analog poles will not be aliased by the impulse invariant mapping if they are confined to the explained primary strip within π/t of the real axis. അതായത് ഈ റിയൽ ആക്സിസ് ഇവരെന്താ പറഞ്ഞാൽ ഈ പ്രൈമറി സ്ട്രിപ്പിന് അകത്താണെങ്കിൽ ഈ ഏലിയാസിങ് വരില്ല. ഈ ഒരു ഏലിയാസിങ് എന്ന് പറയുമ്പോൾ ഈ 3 പോൾസും ഇവിടെ ഒരൊറ്റ പോയിന്റിലോട്ടായിട്ട് മെർജ് ചെയ്തു, ഏലിയാസിങ് സംഭവിച്ചു, അവരെല്ലാം കൂടി മെർജ് ചെയ്തു തന്നു, ഓവർലാപ്പ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രൈമറി സ്ട്രിപ്പിന് അകത്തുള്ള പോൾസ് ആണ് എടുക്കണമെങ്കിൽ ഈ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഏലിയാസിങ് ഉണ്ടാവില്ല. ഈ ഒരു -π/t to +π/tന്റെ പുറത്താണ് നമ്മൾ പോൾസ് എടുക്കുന്നതെങ്കിൽ ഈ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഏലിയാസിങ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദിസ് ഇസ് പ്രൈമറി സ്ട്രിപ്പ്. ഇതിനകത്ത് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഏലിയാസിങ് ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഇത്രയാണ് അതിനെക്കുറിച്ച് അതിന്റെ ഒരു പറയാനുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്ന എന്താ, എക്സ്പ്ലെയിൻഡുള്ള ഇമാജിനറി ആക്സിസിലാണ് പോൾസ് എങ്കിൽ സെഡ് പ്ലെയിനിൽ എന്താ വരിക, ബൗണ്ടറി ഓഫ് ദി സർക്കിളിലാണ് പോൾസ് വരിക. ഇനി എക്സ്പ്ലെയിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പോൾസ് എങ്കിൽ സെഡ് പ്ലെയിൻ്റെ ഇൻസൈഡ് ദ സർക്കിളിലാണ് പോൾസ് വരിക. ഇനി എക്സ്പ്ലെയിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പോൾസ് റൈറ്റ് സൈഡിലാണ് പോൾസ് എങ്കിൽ സെഡ് പ്ലെയിനിൽ അല്ലെങ്കിൽ സെഡിൽ യൂണിറ്റ് സർക്കിളിന്റെ ഔട്ട്സൈഡ് ആണ് എന്ത് വരിക, പോൾസ് വരാം. ഓക്കെ, അങ്ങനെ ആ ഒരു കൺസെപ്റ്റ് പഠിക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അനലോഗിൽ നിന്ന് ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ലെറ്റ് HA is the system function of analog filter. This can be expressed by പാർഷ്യൽ ഫ്രാക്ഷൻ. HA എന്ന അനലോഗ് ഫംഗ്ഷന്റെ അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിലോട്ട് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് HA is equal to sigma k equal to 1 to n CK/s minus PK. ആ രീതിയിൽ എഴുതുകയാണ്. CK എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷന്റെ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് ആണ്. നമ്മൾ ABC എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പാർഷ്യൽ ഫ്രാക്ഷൻ A/something B/something മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പാർഷ്യൽ ഫ്രാക്ഷന്റെ കോഎഫിഷ്യന്റ് ആണ് CK. PK പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ് ആണ്. ഓക്കെ, സോ ഇത് ഇവിടെ മുതലാണ് നമ്മൾ അനലോഗിനെ ഡിജിറ്റൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്റ്റെപ്പ് തുടങ്ങുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിന്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണണമെങ്കിൽ HA. ഓക്കെ, അനലോഗ് ആയതുകൊണ്ട് HA is equal to sigma 1 to n CK e raised to PKT. ഇതാണ് അതിന്റെ ഫോം വരുന്നത്. CK e raised to PK into T. CK കോൺസ്റ്റന്റ് into e raised to PKT where T greater than equal to 0. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ സാമ്പിൾ ചെയ്യാണ് അറ്റ് T equal to NT. ടീനെ നമുക്ക് അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ളതിനെ നമ്മൾ സാമ്പിൾസ് എടുത്തിട്ട് നമ്പർ ഓഫ് സാമ്പിൾസ് അതിന്റെ ഡ്യൂറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദിസ് ഇസ് നമ്പർ ഓഫ് സാമ്പിൾസ് n ആൻഡ് T is the duration. So small letter t is equal to n into T. ഓക്കെ, നൗ നമുക്ക് എന്ത് കിട്ടും, h of n is equal to HA of, ഇനി h of n കിട്ടാം, സാമ്പിൾഡ് വേർഷൻ ട്രാൻസ്ഫർ ഇമ്പൾസ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ അനലോഗ് വേർഷൻ. അത് ഇതിനെ ഡിജിറ്റലൈസ് ചെയ്യണമെങ്കിൽ T equal to NT കൊടുക്കാം. സോ ഇതിന്റെ വാല്യൂ h of n ആണെങ്കിൽ, അതായത് ഡിജിറ്റൽ ഇമ്പൾസ് റെസ്പോൺസ് കിട്ടണമെങ്കിൽ ഡിസ്ക്രീറ്റ് ഇമ്പൾസ് റെസ്പോൺസ് h of n is equal to HA of NT. ടീനെ NT ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അതായത് ഇപ്പോൾ T അറിയുമ്പോൾ 0 മുതൽ 10 വരെ അല്ലെങ്കിൽ 1 മുതൽ 10 വരെ ആയിട്ട് കണ്ടിന്യൂസ് നമ്പർ ആവും. ഇതിനെ നമുക്ക് ഡിസ്ക്രീറ്റ് ആക്കാന്ന് പറയുമ്പോൾ ഓരോ 1 2 3 ഓരോ 1 ഡ്യൂറേഷനിൽ അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാം, എത്ര 1 ഡ്യൂറേഷനിൽ ഡിവൈഡ് ചെയ്ത് 10 സാമ്പിൾസ് ഉണ്ടാവും. സോ 10 ഇൻറ്റു നമ്പർ ഓഫ് സാമ്പിൾസ് 10, ഡ്യൂറേഷൻ എന്താ 1. സോ 10 ഇൻറ്റു ആ ഒരു ഡ്യൂറേഷൻ നോക്കിയിട്ട് നമുക്ക് നമ്പർ ഓഫ് സാമ്പിൾസ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെ എന്ത് ചെയ്തു, സാമ്പിൾ ചെയ്തു. ഇനി ഇതിന്റെ വാല്യൂയിലോട്ട് ടിക്ക് NT എന്ന് കൊടുക്കാം. സോ സിഗ്മ n equal k equal to 1 to n CK e raised to PK into NT എന്ന് വരും. ഓക്കെ, സോ ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയാം സെഡ് ട്രാൻസ്ഫോം, ഇൻഫിനിറ്റ് ഫിൽറ്ററിന്റെ ഡിജിറ്റൽ ഫിൽറ്ററിന്റെ സെഡ് ട്രാൻസ്ഫോം h of z സിഗ്മ n equal to 0 to infinity h of n z minus n. ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇൻഫിനിറ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ സെഡ് ട്രാൻസ്ഫോം. ഇവിടെ h of n ഈ h of n റീപ്ലേസ് ചെയ്യാം. ഈ h of n പകരം ഈ h of n കൊടുക്കാം. സോ വി ഗെറ്റ് h of z is equal to sigma n equal to 0 to infinity then h of n കൊടുക്കാം. h of n ന്റെ വാല്യൂ ഇതാണ്, ദാറ്റ് ഈസ് സിഗ്മ k equal to 1 to n CK e raised to PK NT into z raised to minus n. ഓക്കെ, അപ്പോൾ ഈ h of n ന് പകരം ഇത് കൊടുത്തു, അവിടെ h of n റീപ്ലേസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടി. ഇതിന് നമുക്ക് സിഗ്മ k equal to 1 to n, kന്റെ വേരിയേഷൻ വരുന്ന CK മാത്രമാണ്, ഇവിടേക്ക് n ന്റെ വേരിയേഷനാണ് വരുന്നത്. സോ നമ്മൾ ഇതൊന്ന് മാറ്റി എഴുതി, സിഗ്മ k equal to 1 to n CK into സിഗ്മ n equal to 0 to infinity ഈ ഒരു ടേം വരും e raised to PK NT
z raised to minus n. ഇതിൽ ഞാൻ n പുറത്തെടുത്തു. ഇവിടെ ഒരു n ഉണ്ട്, അതുപോലെ തന്നെ z ഇവിടെ n ഉണ്ട്. സോ വി ഗെറ്റ് e raised to pk t z inverse into n. ഓക്കെ, z minus n z inverse into n എടുത്തു. അതുപോലെ e raised to ഉള്ള ഈ n പുറത്തെടുത്തു. ഓക്കെ, സോ ദിസ് ഇസ് ദ ഫോം a raised to n. അപ്പോൾ ആ ഒരു ഫോമിൽ എടുക്കുമ്പോൾ സിഗ്മ k ഈക്വൽ ടു 1 to n c k, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം 1 മൈനസ് ദിസ് ടേം. ഓക്കെ, സോ 1 by 1 മൈനസ് e raised to pk t z inverse എന്ന് കിട്ടും. So this is the equation for h of z. Sigma k equal to 1 to n ck by 1 minus e raised to pk t z inverse. ഇതാണ് ഇതിന്റെ അടുത്ത ഇക്വേഷൻ. സോ വി ഗെറ്റ് എച്ച് എ ഓഫ് എസ് നമുക്ക് ഓൾറെഡി അറിയാം, ഓൾറെഡി നമ്മൾ പറഞ്ഞു k equal to 1 to n ck by s minus pk, and h of z we have sigma k equal to 1 to n. അതിന്റെ ലിമിറ്റ് ഒക്കെ സെയിം ആണ്. ck ന്യൂമറേറ്ററും സെയിം ആണ്, ഡിനോമിനേറ്ററിൽ ചേഞ്ച് ഉള്ളൂ. ck by 1 minus e raised to pk t z inverse. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അനലോഗിന്റെ ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ആൾസോ ഡിജിറ്റൽ ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അത് രണ്ടും കിട്ടി. ഇനി ഹൈ സാമ്പിളിംഗ് റേറ്റ് കൂടുകയാണെങ്കിൽ, അതായത് സ്മോൾ ടി വാല്യൂവിന് സാമ്പിളിംഗ് റേറ്റ് കൂടുന്ന കേസിൽ ഈ ഒരു ഇക്വേഷനിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു ടി, അതായത് ടൈം പീരീഡ് ടി കൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യണം. ടി ഇൻറ്റു സി കെ 1 മൈനസ്, അതായത് സ്മോൾ ടി വാല്യൂ, ടൈം പീരീഡ് കുറവാണ്. സാമ്പിളിംഗ് റേറ്റ് കൂടുക പറഞ്ഞാൽ 0 to ടിയിൽ നമ്മൾ സാമ്പിളിംഗ് പീരീഡ് നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ ഒരു സാമ്പിളിംഗ് റേറ്റ് കൂട്ടുക പറയുമ്പോൾ പീരീഡ് നമ്മളൊരു 0.1 ഒക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ കുറയും, പക്ഷേ നമ്പർ ഓഫ് സാമ്പിൾസ് കൂടും. അപ്പോൾ ഒന്നും കൂടി അക്യുറേറ്റ് ആവും. സാമ്പിളിംഗ് റേറ്റ് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഡ്യൂറേഷൻ കുറക്കുക, അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് കൂടും. ദാറ്റ് ഈസ് സാമ്പിളിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഡ്യൂറേഷൻ കുറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ടി ഇൻറ്റു സി കെ എന്ന് കൊടുക്കാം. ഈ സെയിം ഇക്വേഷനിൽ ഒരു ടി സാമ്പിളിംഗ് റേറ്റ് ടി ഇൻറ്റു സി കെ ബൈ ബാക്കിയൊക്കെ സെയിം വാല്യൂ കിട്ടും, എച്ച് ഓഫ് സെറ്റ്. Okay, due to the presence of aliasing, the impulse invariant method is appropriate for the design of low pass and band pass filters only. Okay, ഇത് aliasing പ്രോസസ് ഉണ്ടായതുകൊണ്ട് പറഞ്ഞു, മെനി ടു വൺ എന്നുള്ള ആ ഒരു aliasing പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് ലോ പാസ് ഫിൽറ്ററിനും ബാൻഡ് പാസ് ഫിൽറ്ററിനുമാണ് ഇത് ഈ ഡിസൈൻ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഹൈ പാസ് ഫിൽറ്ററിന് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, then step to design a digital filter using impulse invariant method. Impulse invariant method യൂസ് ചെയ്തിട്ട് നമുക്ക് ഡിജിറ്റൽ ഫിൽറ്ററിനെ ഡിസൈൻ ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ്. 4 സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഫൈൻഡ് എച്ച് എ ഓഫ് എസ്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ അനലോഗ് ഫിൽറ്റർ. നമുക്ക് തന്ന സ്പെസിഫിക്കേഷന് അനലോഗ് ഫിൽറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാം. ഇതുവരെ കണ്ടത് എച്ച് എ ഓഫ് എസ് കണ്ടു. ദെൻ സെലക്ട് ദ സാമ്പിൾ റേറ്റ് ഓഫ് ദ ഡിജിറ്റൽ ഫിൽറ്റർ ടി സെക്കൻഡ്സ് പെർ സാമ്പിൾസ്. എന്നിട്ട് ഈ എച്ച് എ ഓഫ് എസ് നിന്ന് നമ്മൾ സാമ്പിളിംഗ് റേറ്റ് ടി കാണാം. ഓക്കെ, സാമ്പിളിംഗ് റേറ്റ് ടി കണ്ടു. ദെൻ നെക്സ്റ്റ് എക്സ്പ്രസ് ദ അനലോഗ് ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആസ് എ സം ഓഫ് സിംഗിൾ പോൾ ഫിൽറ്റർ. ഓക്കെ, നമ്മുടെ അതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിലോട്ട് സിംഗിൾ പോൾ ഫിൽറ്ററിന്റെ അതായത് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനെ ചേഞ്ച് ചെയ്യുക. ആദ്യം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എച്ച് എഫ് എസ് കാണാം, എന്നിട്ട് അതിനെ സാമ്പിളിംഗ് റേറ്റ് ടി, അതിന്റെ ഫിൽറ്ററിന്റെ സാമ്പിൾ ചെയ്യുന്ന റേറ്റ് കാണാം, ടി കാണാം. നെക്സ്റ്റ് എച്ച് ഓഫ് എസ്, അതായത് നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഫോമിലോട്ട് എച്ച് ഓഫ് എസിന്റെ ഇക്വേഷൻ k equal to 1 to n സി കെ എസ് മൈനസ് പി കെ വെച്ചിട്ട് എച്ച് ഓഫ് എസ് കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എച്ച് ഓഫ് സെഡ് കാണാം. ഓക്കെ, k equal to 1 to n ck by 1 minus h of z ആണ്. സാമ്പിളിംഗ് റേറ്റ് കൂടുതലാണെങ്കിൽ, നമ്മൾ കൂടുതൽ സാമ്പിളിംഗ് റേറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദീസ് ആർ ദ സ്റ്റെപ്പ് ടു ഫൈൻഡ് these are the steps to design a digital filter using impulse invariant method. Okay, so that's all about today's class. Problems can be discussed in the next section. Okay, thank you. Have a nice day.